അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ പുതിയ വീഡിയോ. സ്ഥിരം വീഡിയോ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് സ്ഥിരം വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം നല്ലപോലെ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി കാര്യത്തിലോട്ട് വരാം. ഞാൻ ഇവിടെ നിന്ന് എല്ലാം കെട്ടിപ്പിറക്കി പോവുകയാണ് ഗൈസ്. ഇനി ഒരു മടങ്ങി വരവ് ഈടയ്ക്കൊന്നും എന്തായാലും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ യാത്രയ്ക്കുള്ള സാധന സാമഗ്രികളാണ് ഞാൻ ഈ വാരി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ കാണണം, അല്ലെങ്കിൽ ഒരു കാര്യവും മനസ്സിലാവത്തില്ല. കടേന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന അപ്പൂമാർക്കെല്ലാം ഏകദേശം കാര്യം മനസ്സിലായി ഞാൻ ഈ നാട് വിട്ട് പോകുകയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് മിന്നിമായുന്ന ആഗ്ലാന്ത തുന്തിരിത അവസ്ഥ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളത്തേക്ക് അവർക്കും എന്റെ ഈ തിരുമുഖം കാണേണ്ട ആവശ്യം വരത്തില്ലല്ലോ. രവിമാമന്റെ കടയിൽ കുറച്ച് പറ്റുകാശ് ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് പുള്ളിക്കാരന്റെ മുഖത്ത് മാത്രമേ ഞാൻ ചെറിയൊരു വിഷമം കണ്ടുള്ളൂ. വെഞ്ഞാറമുട്ടിൽ നിന്ന് ഏകദേശം ഒരു 4.5 മണിക്കൂർ യാത്രയുണ്ട്. നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ച് ഇന്നല്ലാതെ നേരത്തെ ഇറങ്ങിയില്ല. ഏകദേശം ഒരു 4:30 ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിൻ്റെതായ ഒരു കുണ്ഠിത ഭാവം എന്റെ മുഖത്ത് ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബൈക്കിന്റെ ബാക്കിൽ വെച്ച് കെട്ടാനുള്ള ലഗേജ് എല്ലാം വെച്ച് കെട്ടി. ഇനി ഹെൽമെറ്റ് ബൈക്കിന്റെ ഫ്രണ്ടിൽ എങ്ങനെയും വെച്ചൊന്ന് സെറ്റ് ആക്കാം. അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാക്കി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ ഞാൻ അച്ചാമ്മേനെ കാണാൻ വേണ്ടി പോയി. അച്ചാമ്മേനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ വെറും കൈയോടെ വരേണ്ടി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 500 രൂപ അച്ചാമ്മ എടുത്ത് കയ്യിൽ വെച്ചിട്ട് മക്കളെ വഴിച്ചെലവിന് വെച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ ഒരു ഉളുപ്പില്ലാതെ കൈനീട്ടി വാങ്ങിയിട്ട് നേരെ പെട്രോൾ പമ്പിലോട്ട് വിട്ടു. വണ്ടി എടുത്തിട്ട് ഇതുവരെയായിട്ട് ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടില്ല. അത് ഇന്ന് അങ്ങ് നടത്തി. അങ്ങനെ നമുക്കിനി നമ്മുടെ യാത്ര ആരംഭിക്കാം. ഞാൻ വണ്ടി എടുത്തിട്ട് ഏകദേശം 1 മാസം ആവുന്നു. ഈ 1 മാസത്തിന്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ലോങ് ട്രിപ്പ് ഒന്നും നമ്മുടെ വണ്ടി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കന്നി ലോങ് ട്രിപ്പ് ആണ്. അടൂർ വണ്ടി നിർത്തി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏകദേശം കോട്ടയം ആവാറായപ്പോഴാണ് ഞാൻ വണ്ടി ഒന്ന് നിർത്തിയത്. അതിന്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതെ ഗൈസ്, ഈ സൺസെറ്റ് ആണ് എന്നെ അവിടെ പിടിച്ച് നിർത്തിയത്. ഇത് വീഡിയോയിൽ കാണുമ്പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം സൺസെറ്റ് കണ്ടതിന് ശേഷം വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വണ്ടി നിർത്തി ഏകദേശം വൈക്കം ആവാറായപ്പോഴാണ്. ഒന്നാമത്തെ കാരണം എന്റെ നിതംബങ്ങൾ നല്ല പണി കിട്ടി. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി നിർത്തിയെങ്കിലും അധികം നേരം ഞാൻ അവിടെ നിന്നില്ല. കാരണം രാത്രിയിൽ ബൈക്ക് ഓട്ടിക്കുക എന്നുള്ളത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ നമ്മൾ വൈക്കം എത്തുന്നതിന് മുമ്പ് ഒരു ചായയും കുടിച്ചു. ഇനി എന്റെ ഓഡിയൻസിനോട് ഒരു പ്രത്യേക കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും അഡ്വഞ്ചർ 250 390 എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടി തോന്നിയ ഏറ്റവും വലിയൊരു നെഗറ്റീവാണ് ഇതിന്റെ സീറ്റ്. നമ്മൾ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ നമ്മുടെ നിതംബങ്ങൾ നല്ലപോലെ വേദനിക്കാൻ ചാൻസ്. അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തിട്ട് ഒന്നുകൂടെ സീറ്റ് പാഡ് ചെയ്യുന്നത് വളരെ നന്നായി. അങ്ങനെ ഒടുവിൽ നമ്മൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം തൃപ്പൂണിത്തുറ എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്റെ പ്രിയ അനുജന്മാർ വാതിലിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ക്യാമറ കണ്ടുകൊണ്ട് ടീഷർട്ട് കുത്തിക്കയറ്റുന്ന കൊച്ചുവിനെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ട്. കൈവച്ച് സുലാൻ അടിക്കുന്ന ആളാണ് എന്റെ മാമച്ചി. അങ്ങനെ വീട്ടിൽ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അപ്പൂന് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും കൊണ്ട് നേരെ വണ്ടി ഓടിക്കാൻ വേണ്ടി റോഡിലോട്ട്. കാരണം ഞാൻ വണ്ടി എടുത്തിട്ട് ഇതുവരെയായിട്ടും വണ്ടി കാണാത്ത ആൾ ഇവ മാത്രം. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് എറണാകുളത്തോട്ട് വന്നത്? അതിന്റെ പുറകിലുള്ള രഹസ്യം ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്, ടാറ്റ.